എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. 2025 ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്ന സെറ്റ് സുവോളജി എക്സാമിന് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കേണ്ട കുറച്ച് MCQs ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ കുറച്ച് പ്രോബ്ലംസ് വരുന്ന ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ചില ഭാഗങ്ങൾ നമ്മൾ പഠിച്ചാലും പെട്ടെന്ന് മാറിപ്പോകും ഓപ്ഷൻസ്. അപ്പൊ അതങ്ങനെ കൃത്യമായിട്ട് പഠിക്കാം. അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ചോദ്യം ഒരു പ്രോബ്ലം ആണ്. The sum of observation in a data set containing 12 observation is 144 and the standard deviation of the data set is 4. If 4 is added to every observation in the data set, then what will be the coefficient of variation of the resulting data set? ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ആദ്യം നോക്കാം. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ വിൽ ബി കണ്ടുപിടിക്കാനുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക ഡിവൈഡഡ് ബൈ മീൻ into 100. ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ആദ്യം മീൻ കണ്ടുപിടിക്കാം. മീൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പോയിന്റ് ഓർക്കുക. സം ഓഫ് ഒബ്സർവേഷൻ ഇൻ എ ഡാറ്റ സെറ്റ് കണ്ടെയ്നിങ് 12 ഒബ്സർവേഷൻ ഇസ് 144. ഒബ്സർവേഷൻസ് എല്ലാം കൊടുത്തില്ലെങ്കിലും അതിന്റെ സം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എത്രയാണ് സം കൊടുത്തിരിക്കുന്നത്? 144 ആണ്. സോ മീൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സം ഓഫ് ഒബ്സർവേഷൻ 144 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ചെയ്താൽ മതി. നമുക്ക് അവിടെ ഉത്തരം ലഭിക്കും. എത്രയാണ്? 12. ദെൻ ഈ ഒരു ചോദ്യത്തിൽ ഒരു അഡീഷണൽ പോയിന്റ് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 4 is added to every observation in the data set, then what will be the coefficient of variation? ഈ പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്യുക. 4 is added to every observation in the data set, what will be the coefficient of variation of the resulting data set? എല്ലാ ഒബ്സർവേഷൻ 12 ഒബ്സർവേഷൻസിലേക്കും ഓരോ ഒബ്സർവേഷനിലേക്കും 4 ആഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവിടെ മീനിൽ ചേഞ്ച് വരുമല്ലോ. മീനിൽ അവിടെ ഒരു വ്യത്യാസം വരും. എങ്ങനെയാണ് പുതിയ മീൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എങ്ങനെയാണ്? ഈ പറയുന്ന 12ലേക്ക് 4 ആഡ് ചെയ്താൽ മതി. നമുക്ക് അവിടെ ഉത്തരം ലഭിക്കും. എത്രയാണ്? 16. എന്തുകൊണ്ടാണ് 12ലേക്ക് 4 ആഡ് ചെയ്തിരിക്കുന്നത്? ബിക്കോസ് 4 ആണ് എല്ലാ ഒബ്സർവേഷനിലേക്കും ആഡ് ചെയ്തിരിക്കുന്നത്. ഈച്ച് ആൻഡ് എവറി ഒബ്സർവേഷനിലേക്കും 4 ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ലഭിച്ച മീനിലേക്ക് 4 ആഡ് ചെയ്താൽ തന്നെ നമുക്ക് ഉത്തരം ലഭിക്കും. എത്രയാണ്? 16 ആണ് പുതിയ മീൻ. ദെൻ ഈ ചോദ്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ അവിടെ ചേഞ്ച് വരില്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സെയിം തന്നെയാണ് 4. അവിടെ ചേഞ്ചസ് വരുന്നില്ല. ബിക്കോസ് അവിടെ സെയിം കോൺസ്റ്റന്റ് നമ്പർ തന്നെയാണ് എല്ലാ ഒബ്സർവേഷനിലേക്ക് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ അവിടെ യാതൊരു വിധത്തിലുള്ള ചേഞ്ചസും വരുന്നതല്ല. So adding the constant to each observation does not change the standard deviation. Standard deviation നമുക്ക് സെയിം തന്നെയാണ്. സോ അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിൽ ബി 4. മീൻ നമുക്ക് ഏതാ എടുക്കേണ്ടത്? മീൻ പുതിയ മീനാണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്. ദാറ്റ് ഈസ് 16 into 100. നമുക്ക് അവിടെ ഉത്തരം ലഭിക്കുന്നത് എത്രയാണ്? 1/4 into 100. The answer will be 25%. നമുക്ക് അവിടെ ഉത്തരം ലഭിച്ചു. 25% ശരി ഉത്തരമായിട്ട് ലഭിക്കുന്നത്. So the right answer എത്രയാണ്? Option A, 25% is the right answer. In a batch of 15 students, 3 have failed. The marks of successful candidates were given. ഈ മാർക്സ് കൊടുത്തിട്ടുണ്ട്. Find the median marks ആണ് ചോദ്യം. അതായത് മിഡിൽ വരുന്ന മാർക്സ് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മീഡിയൻ മാർക്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ മാർക്സ് എല്ലാം കറക്റ്റ് ആയിട്ട് ആ ചെറുത് മുതൽ വലുത് വരെ ഒന്ന് കറക്റ്റ് ഓർഡറിലാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ഏറ്റവും കുറവ് മാർക്സ് വരുന്നത് ഏതാണ്? 44 ആണ് വരുന്നത്. അപ്പൊ 44 ആദ്യം എഴുതുക. 44, then comes 49. അതിനുശേഷം നമുക്ക് വരുന്നത് 52, 54, 55, then 57, 59 വരുന്നുണ്ട്. then 60s 61, 64, പിന്നെ 70s വരുന്ന മാർക്സ് 74, 76 and finally ഏറ്റവും കൂടുതൽ മാർക്സ് എന്ന് പറയുന്നത് we have 89. 89 ആണ് അവസാനത്തെ മാർക്സ്, ഹയസ്റ്റ് മാർക്സ് എന്ന് പറയുന്നത്. ഇവിടെ ചോദ്യത്തിൽ ശ്രദ്ധിക്കേണ്ട 15 സ്റ്റുഡൻസ് ഉണ്ട്, 3 പേര് ഫെയിൽഡ് ആയിട്ടുണ്ട്. സോ സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സിന്റെ മാർക്സ് മാത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ 12 സ്റ്റുഡൻസ് മാത്രമേ വരുന്നുള്ളൂ. ജയിച്ച കുട്ടികൾ 12 പേരാണ് വരുന്നത്. സോ നമ്മൾ മീഡിയൻ മാർക്സ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫെയിൽഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ ABC എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ ഫെയിൽഡ് സ്റ്റുഡൻസിന്റെ മാർക്സും കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും 44നെക്കാളും കുറവ് മാർക്കാണ് ഇവർക്ക് വരുന്നത്. അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം മീഡിയൻ മാർക്സ് ചെയ്യുമ്പോൾ. കാരണം പെട്ടെന്ന് ന്യൂമറിക്സ് എല്ലാം കാണുമ്പോൾ അത് കറക്റ്റ് ഓർഡറിൽ എഴുതി അതിന്റെ മീഡിയൻ മാർക്സ് കാണാനായിട്ട് ശ്രമിക്കരുത്. അപ്പൊ നമുക്ക് തെറ്റിപ്പോകും. ഇപ്പൊ ഫെയിൽഡ് ആയിട്ടുള്ള 3 പേരെയും കൂടി കൺസിഡർ ചെയ്യണം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ കൃത്യം മീഡിയം മാർക്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ടോട്ടൽ നമുക്ക് 15 സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പൊ 15 സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ കൃത്യം മീഡിയം മാർക്സ് എന്ന് പറയുന്നത്
That will be 55. 55 ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇവിടുത്തെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ, 55 is the right answer. Molecular biology relate ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് based on the stop codons. The codon known as opal. Options UAA, UGA, UAG, AUG. അപ്പോൾ opal എന്നറിയപ്പെടുന്ന സ്റ്റോപ്പ് കോഡോൺ ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ഇത് സ്റ്റോപ്പ് കോഡോൺസ് റിഗാർഡ് ചെയ്തിട്ടായതുകൊണ്ട് തന്നെ 3 സ്റ്റോപ്പ് കോഡോൺസ് ഏതൊക്കെയാന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിയണം. 3 സ്റ്റോപ്പ് കോഡോൺസ് ആണ് വരുന്നത്. ഈ സ്റ്റോപ്പ് കോഡോൺസ് ഒരു അമിനോ ആസിഡിനും അത് കോഡ് ചെയ്യുന്നില്ല അല്ലെ. 3 സ്റ്റോപ്പ് കോഡോൺസ് എന്ന് പറയുന്നത് we have UAA, then UGA രണ്ടാമത്തെ സ്റ്റോപ്പ് കോഡോൺസ്, മൂന്നാമത്തത് UAG. ഇതിന്റെ മറ്റ് പേരുകൾ ഒന്ന് നോക്കാം. UAA എന്ന് പറയുന്നത് ഒക്രയാണ്, OCHRE. UGA will be opal. Then മൂന്നാമത്തത് UAG amber. അതേപോലെ തന്നെ ഇത് ഓർത്തു വയ്ക്കാനായിട്ട് ഇപ്പൊ UAA ഓർത്തു വയ്ക്കാനായിട്ട് ഇങ്ങനെ ഓർത്തു വയ്ക്കുക, You are annoying. ഓർത്തു വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. അപ്പൊ അവരിങ്ങനെ പഠിച്ചു വയ്ക്കുക. You are annoying എന്ന് പറയുമ്പോൾ ഇതിന്റെ ആദ്യത്തെ വേർഡ്സ് UAA അല്ലെ, ആദ്യത്തെ UAA അങ്ങനെ ഓർത്തു വയ്ക്കാം. അതേപോലെ തന്നെ UGA ആണെങ്കിൽ You go away അങ്ങനെ പറയാലോ, You go away. അപ്പൊ ആദ്യത്തെ വേർഡ്സ് UGA. Then മൂന്നാമത്തെ സ്റ്റോപ്പ് കോഡൺ UAG ആണ്. UAG എന്ന് പറയുമ്പോൾ You are gone. You are gone. ആദ്യത്തെ UAG. അപ്പൊ അങ്ങനെ ഓർത്തു വയ്ക്കാം. അപ്പൊ ഈ ഒരു രീതിയിൽ പഠിക്കുവാണെങ്കിൽ മറന്നുപോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓർത്തിരിക്കാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും. You are annoying, UAA, You go away, UGA, You are gone, UAG. അതേപോലെ തന്നെ അതിന്റെ മറ്റ് പേരുകൾ ഓർത്തു വയ്ക്കുക, ഒക്രെ, ഒപ്പാൽ, ആംബർ. അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ മതി. ഒക്രെ, You are annoying, അതൊരു പേരായിട്ട് നമുക്ക് ഓർത്തു വയ്ക്കാമല്ലോ. ഒക്രെ, You are annoying. Then ഒപ്പാൽ, You go away, ആംബർ, You are gone. അങ്ങനെ ഓർത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ചോദ്യത്തില് ഒപ്പാലാണ് വന്നിരിക്കുന്നത്. ഒപ്പാൽ എത്രയാണ്? ഒപ്പാൽ You go away, that means UGA. UGA will be the right answer. അപ്പൊ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, UGA. Which of the following is true about kinetic effect of competitive inhibition? ഇത് എൻസൈം കൈനറ്റിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഓപ്ഷൻസിൽ വന്നിരിക്കുന്നത് ഈ ഇൻഹിബിഷൻ സംഭവിക്കുമ്പോൾ കെഎമ്മിനെയും വിമാക്സിനെയും എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? ആദ്യത്തെ ഓപ്ഷനിൽ പറയുന്നത് കെഎം ഡിക്രീസ് ചെയ്യും വിത്തൗട്ട് എഫക്ടിംഗ് ദ വിമാക്സ്. സെക്കൻഡ് ഓപ്ഷൻ ഇൻക്രീസസ് കെഎം വിത്തൗട്ട് എഫക്ടിംഗ് വിമാക്സ്. ഓപ്ഷൻ സി ഡിക്രീസസ് ബോത്ത് കെഎം ആൻഡ് വിമാക്സ്. ഓപ്ഷൻ ഡി ഇൻക്രീസസ് ബോത്ത് കെഎം ആൻഡ് വിമാക്സ്. ഇവിടെ മെയിൻലി നമ്മൾ പഠിക്കേണ്ടത് 3 തരത്തിലുള്ള ഇൻഹിബിഷൻ ഉണ്ട്. ആദ്യത്തേത് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണ്, അടുത്തത് അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണ്, ആൻഡ് തേർഡ് വൺ വിൽ ബി നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. ഇത് 3 തരത്തിലുള്ള ഇൻഹിബിഷനിലും എങ്ങനെയാണ് കെഎമ്മിനെയും വിമാക്സിനെ എഫക്ട് ചെയ്യുന്നത് എന്നൊന്ന് പഠിച്ചു വെച്ചാൽ മാത്രം മതി. കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണെങ്കിൽ അവിടെ വിമാക്സ് സെയിം ആയിരിക്കും, വിമാക്സ് സെയിം ആയിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം അവിടെ കെഎം ഇൻക്രീസ് ചെയ്യും, കെഎം ഇൻക്രീസസ്. അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണെങ്കിലോ വിമാക്സ് ഡിക്രീസസ്, അതേപോലെ തന്നെ കെഎം, ബോത്ത് വിമാക്സ് ആൻഡ് കെഎം ഡിക്രീസസ്. നോൺ കോമ്പറ്റേറ്റീവ് ആണെങ്കിലോ വിമാക്സ് അവിടെ ഡിക്രീസ് ചെയ്യും, അതേപോലെ തന്നെ കെഎം ഇറ്റ് റിമെയിൻസ് ദി സെയിം. ഇപ്പൊ 3 പോയിന്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി അല്ലെ. കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ വിമാക്സ് റിമെയിൻസ് സെയിം, കെഎം ഇൻക്രീസസ്. അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ വിമാക്സും കെഎമ്മും അവിടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. നോൺ കോമ്പറ്റേറ്റീവ് ആണെങ്കിൽ വിമാക്സ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, ബട്ട് കെഎം റിമെയിൻസ് ദ സെയിം. അപ്പൊ ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണ്. സോ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനിൽ വിമാക്സ് സെയിം ആയിരിക്കും, കെഎം ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ എന്താണ്? increases km without affecting Vmax. So the right answer will be option B. Increases km without affecting Vmax. The complex integral for the progression of cell from the growth phase to the synthesis phase of the cell cycle for the start or G1S checkpoint is cycling. ഇത് സൈക്ലിൻസ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. സൈറ്റോളജിയിൽ സെൽ സൈക്കിളിൽ വരുന്ന ഡിഫറെന്റ് ഫേസസ് G1S, G2, M. അതിൽ വരുന്ന ഡിഫറെന്റ് സൈക്ലിൻസ് ഏതാണെന്നാണ് ചോദ്യം.
G1S ചെക്ക് പോയിന്റിൽ വരുന്ന സൈക്ലിൻസ് ആണ്. അതാണ് ഈ ചോദ്യത്തിൽ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫ്രം ദി ഗ്രോത്ത് ഫേസ് ടു ദി സിന്തസിസ് ഫേസ് എന്ന് പറയുന്നത്. അതായത് G1 നിന്ന് S ഫേസിലേക്ക് പോകുന്ന ഫേസ്, G1 to S ഫേസ്. അപ്പൊ G1 to S ഫേസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സൈക്ലിൻ ആണ് അത് വരുന്നത്. ഓക്കെ, G1 നിന്ന് S ഫേസിലേക്ക് കടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ചെക്ക് പോയിന്റിൽ വരുന്ന സൈക്ലിൻ ഏതാണ്? സൈക്ലിൻ D, then CDK 4, 6. ഇതിൽ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, സൈക്ലിൻ ഡി ആൻഡ് CDK 4. 6 അവിടെ കൊടുത്തിട്ടില്ല, എന്നാൽ പോലും ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇത് കൃത്യമായിട്ട് ഓർത്തിരുന്നാൽ മതി. നമുക്ക് G1 അതേപോലെ തന്നെ S, G2, M ഇതാണ് കൃത്യമായിട്ട് വരുന്ന ഫേസസ് എന്നുള്ള കാര്യം കറക്റ്റ് ഓർഡറിൽ ഓർത്തിരിക്കാം. ദെൻ നമുക്ക് ആദ്യം വരുന്ന സൈക്ലിൻ എന്ന് പറയുന്നത് ഡി ആണ്, സൈക്ലിൻ ഡി. ദെൻ അടുത്ത സൈക്ലിൻ എന്ന് പറയുന്നത് DE ആണ്, ദെൻ A, then B. ഇതാണ് കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് അല്ലെ. ആദ്യം D വരുന്നുണ്ട്, E വരുന്നുണ്ട്, A, then comes B. അപ്പൊ ഈ ഒരു വേർഡ് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, DEAB. അല്ലെങ്കിൽ ഡെഫ് എന്ന് പറയുന്ന ഒരു വേർഡ് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ എഫിന് പകരം B ആയിരിക്കും എന്ന് മാത്രം. അതേപോലെ തന്നെ ഓരോ CDKസും എത്രയാണ്? ആദ്യം വരുന്ന CDK എന്ന് പറയുന്നത് 4, 6, then comes 2, then comes 2. അവിടെ എയുടെ അവിടെ 2 എണ്ണം വരുന്നുണ്ട് അല്ലെ, 2 വരുന്നുണ്ട്, ദെൻ 1 വരുന്നുണ്ട്, ദെൻ ബിയുടെ അവിടെ വരുന്നത് CDK 1 ആണ്. ഇത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡയഗ്രാം മനസ്സിലുണ്ടെങ്കിൽ ഓരോ ഫേസസിലും വരുന്ന ഓരോ ചെക്ക് പോയിന്റ്സിലും വരുന്ന സൈക്ലിൻസ് ആൻഡ് CDK എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഓർത്തു വെക്കാനായിട്ട് സാധിക്കും. There are 3 genes A, B, C. Percentage of crossing over between A and B is 20, B and C is 28. And A and C is 80%. Then what will be the sequence of genes on chromosome? Correct ആയിട്ട് A, B, C എന്ന് പറയുന്ന 3 ജീൻസിന്റെ കറക്റ്റ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഓരോ പോയിന്റും കൃത്യമായിട്ട് ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എയും ബിയും തമ്മിലുള്ള പെർസെന്റേജ് ഓഫ് ക്രോസ് ഓവർ എന്ന് പറയുന്നത് 20% ആയിരിക്കും. Then B and C 28% ആണ്. Then A and C 8% ആണ്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ ആദ്യം ഒന്ന് എടുക്കുക, 28%, B and C. അപ്പൊ ബിയും സിയും ആണ് അവർ തമ്മിലുള്ള പെർസെന്റേജ് ഓഫ് ക്രോസ് ഓവർ ആണ് കൂടുതലായിട്ട് വരുന്നത്. B and C തമ്മിൽ വരുന്നത് എത്രയാണ്? 28% ആണ് ഇവർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം A and B 20% എന്ന് പറഞ്ഞിട്ടുണ്ട്, A and C യും 8% എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും A എന്ന് പറയുന്നത് എപ്പോഴും B and Cക്ക് മിഡിൽ ആയിട്ടായിരിക്കും വരുന്നത്. കാരണം നോക്കിയേ, A and B 20% എന്ന് പറയുമ്പോൾ ഇത് 20% ആണ് വരുന്നത്. അതേപോലെ തന്നെ A and C എന്ന് പറയുന്നത് 8% ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഓർഡറിൽ പ്ലേസ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന പോയിന്റ് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. B ആദ്യമായിരിക്കും, ദെൻ മിഡിൽ ആയിരിക്കും A വരുന്നത്. ബിയും സിയും ഏത് വേണേലും ആദ്യം വരാം, A ആയിരിക്കും മിഡിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് B and C തമ്മിലുള്ള ഡിസ്റ്റൻസ് 28% കറക്റ്റ് ആയിട്ട് വരുള്ളൂ. A and C 8%, then A and B 20%. So what is the sequence of genes on chromosome? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? A മിഡിലാണ് വരുന്നത്. സോ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? BAC. ഓപ്ഷൻ A ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്.